ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ തിങ്ക് ബിഗ് എന്ന ബുക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തില് ഫസ്റ്റ് ലെസണും രണ്ടാമത്തെ ലെസണും പറഞ്ഞു. ഫസ്റ്റ് ലെസൺ എന്താണ്? രണ്ടാമത്തെ ഭാഗം ലളിത സുന്ദരമായി നേട്ടങ്ങൾ കൈവരിക്കുക. അതില് ആദ്യത്തെ ലെസണിൽ നമ്മൾ പറഞ്ഞു ഐ ആം ഫൈൻ സ്പിരിറ്റിനെ കുറിച്ചും, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ലളിതമായി ചിന്തിക്കുക എന്നതിനെ കുറിച്ചും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ലെസണിലേക്ക് പോവാം. മൂന്നാമത്തെ ലെസണിൽ പറയുന്നത് ധീരരായിരിക്കുക, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. ധീരരായിരിക്കുക, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. പ്രശ്നങ്ങളെ അനുകൂല മനോഭാവത്തോടെ അഭിമുഖീകരിക്കുകയും അവയെ നിങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുക. ഐ ആം ഫൈന്റെ നാലാമത്തെ ഘട്ടം വിമർശനങ്ങളെ ശക്തമായി അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ അനുകൂല മനോഭാവം പുലർത്തുകയും നമ്മുടെ ദുഃഖങ്ങൾ, ഔദ്യോഗികമായ ഉത്തരവാദിത്യങ്ങൾ, ദുരിതങ്ങൾ തുടങ്ങിയവയെ ഗുണപരമായ രീതിയിൽ അംഗീകരിക്കുകയും ചെയ്യുക. ഈ ലോകത്തിൽ വന്നു പിറന്നതിന്റെ ഉദ്ദേശം ഒരു അനായാസകരമായ ജീവിതം നയിക്കുക. ജീവിതം വളരെ കഠിനമായത് ആണെന്നും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുവെങ്കിൽ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ദുരിതങ്ങളൊന്നും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് എത്രമാത്രം കഠിനമായതാണ് എന്നത് കഠിനമായാലും ആത്യന്തികമായ വിശകലനത്തിൽ നമ്മൾ എല്ലാവരും ഈ ലോകത്ത് നിന്നും കടന്നു പോകും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളോടൊപ്പം മരിക്കുകയും ചെയ്യും. ഇത് വളരെ ലളിതമല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ജീവിതം നമുക്ക് തരുന്ന പ്രശ്നങ്ങൾ അംഗീകരിക്കുകയും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ശീലം വളർത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവയാണെന്നും നമ്മുടെ ജോലി അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒന്നാണെന്നും മറ്റും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കിനി അല്പം പോലും മുന്നോട്ട് പോകാൻ വയ്യ, എനിക്ക് ഇന്ന് വീണ്ടും അധിക സമയം ജോലി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഈ ജോലി വളരെ കഠിനമായതാണ്, എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറയുന്ന ഒരു ശീലത്തിലേക്ക് അനായാസം വഴുതി വീഴുകയും ചെയ്യുന്നു. ഈ പ്രതികൂല ചിന്തകൾ ആവർത്തിക്കുന്ന ശീലമാണ് നമുക്ക് പലപ്പോഴും അസന്തുഷ്ടി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ശീലമുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ സ്വയം ചോദിക്കുക. നിങ്ങളുടെ ചുണ്ടിൽ നിന്നും അടുത്ത നിഷേധാത്മക ചിന്ത വഴുതി വീഴുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെ നല്ല മനസ്സോടെ അംഗീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് കഠിനതരമായ ഒരു കർത്തവ്യം ഏൽപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രയാസത്തെ നേരിടേണ്ടി വരുമ്പോൾ അതിനെ ശാന്തതയോടെ സ്വീകരിക്കുക. ആ പ്രശ്നത്തിൽ നിന്നും ഓടി അകലരുത്. അതിനു പകരം അതിനെ ധൈര്യത്തോടെ നേരിടുക. ഞാൻ എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി നേരിടുന്നതെന്ന് എനിക്കറിയില്ല, ഇത് എനിക്ക് വളരാൻ ഒരവസരം തരും എന്ന് സ്വയം പറയുക. ധീരരായിരിക്കുക. അത്യന്തികമായ വിശകലനത്തിൽ ആളുകളുടെ കഴിവുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വിഷയമാകുന്നത് നമ്മുടെ ധൈര്യമാണ്. വളരെ വിചിത്രമായ ഒരു കാര്യം, നമുക്ക് ധാരാളം അറിവ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുകയോ ചെയ്യുമ്പോഴും നമുക്ക് ധൈര്യക്കുറവോടെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ട് എന്നതാണ്. ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ അവരുടെ വിഷയങ്ങൾ പഠിക്കാൻ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ മറ്റു പ്രൊഫസർമാരെക്കാൾ കൂടുതൽ അറിവ് സമ്പാദിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കാരണം അവർ ജപ്പാനിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിഭാസം വലിയ വലിയ കമ്പനികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളിലും സംഭവിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടവരും
ധീരന്മാരായിരിക്കേണ്ടവരുമായ സാരവത്തായ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണവർ. എന്നാൽ അതിനു പകരം പ്രധാനപ്പെട്ട പേപ്പറുകൾ അവരുടെ ഇൻബോക്സിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അവർ ഒരിക്കലും അത് തൊടാതിരിക്കുകയും ചെയ്യുന്നു. ധാരാളം പ്രതിഭാശാലികളായ വ്യക്തികൾ സുപ്രധാനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് വഴുതി മാറിക്കൊണ്ട് അവരുടെ കമ്പനിക്ക് മികച്ച ഫലങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പ്രാപ്തരല്ലാത്തവരായി പോയിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു. നമുക്ക് വേണ്ടത് ധൈര്യമാണ്. ധൈര്യമുണ്ടായിരിക്കുക എന്നത് എല്ലാവർക്കും പ്രധാനപ്പെട്ട കാരണമാണ്. എന്തുകൊണ്ടെന്നാൽ ധൈര്യമാണ് നമ്മളെ മാറ്റാൻ പോകുന്ന ശക്തി. അറിവിന് പരിമിതികളുണ്ട് എന്നതാണ് വാസ്തവം. ആത്യന്തികമായി ധൈര്യത്തിലാണ് കാര്യം. അങ്ങേയറ്റം സമ്മർദ്ദത്തിലാകുമ്പോൾ നമുക്കത് മറികടക്കാൻ കഴിയും. നിങ്ങൾ ഒരു അധികാര സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2007 നവംബറിലാണ് ഞാൻ ധൈര്യം സംഭരിച്ച് വിദേശത്ത് ഒരു ഇംഗ്ലീഷ് പ്രഭാഷണത്തിനായി പോയത്. ഞാൻ വളരെയധികം സമയം ഇംഗ്ലീഷ് പഠനത്തിനായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ ഭാഷ സ്വതന്ത്രമായും ഒഴുക്കോടെയും ഉപയോഗിക്കാൻ എനിക്ക് കഴിവില്ല എന്ന് ഞാൻ എഴുതിയിട്ടുള്ള ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യൂത്ത് എന്ന എന്റെ പുസ്തകത്തെ അധികരിച്ച ഒരു പ്രഭാഷണം നടത്തി കേവലം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. നോക്കൂ, തൊട്ടടുത്ത മാസം ഞാൻ വിദേശത്ത് ഇംഗ്ലീഷിൽ ഒരു പ്രഭാഷണം ചെയ്യുകയായിരുന്നു. ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സത്യത്തിൽ നമ്മൾ ഒരിക്കലും അറിയില്ല എന്ന വസ്തുത ഞാൻ പഠിച്ചു. അതിനു മുമ്പ് ഞാൻ വിദേശത്ത് ഇംഗ്ലീഷ് പ്രഭാഷണം നടത്തിയിരുന്നില്ല. ജീവിതത്തിൽ ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തേണ്ടി വന്നു. ഞാൻ ഹാപ്പി സയൻസിന്റെ സ്ഥാപകനായതിനാൽ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയകലാൻ ആകുമായിരുന്നില്ല. അതിനാൽ എത്ര നന്നായിട്ടാണ് അല്ലെങ്കിൽ മോശമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിനെ കുറിച്ച് ആശങ്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ സന്ദേശത്തിന്റെ സാരാംശം ശ്രോതാക്കൾക്ക് മനസ്സിലാകണമെന്നതാണ് പ്രധാന കാര്യമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഒരിക്കലും തിരിഞ്ഞോടരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരിക്കണം. ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ആളുകളോട് ഇംഗ്ലീഷ് അത്ര നന്നായി അറിയില്ലാത്ത ഒരാൾ ഇംഗ്ലീഷിൽ പ്രഭാഷണം ചെയ്യുക എന്നത് ചിലർക്കെങ്കിലും വിചിത്രമായി തോന്നിയേക്കാം. ചോദ്യോത്തരവേളയിൽ തദ്ദേശീയർ സ്വാഭാവികമായും കുറ്റമറ്റ ഇംഗ്ലീഷിൽ സംസാരിച്ചു. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. 10-20 വർഷം വിദേശത്ത് താമസിച്ചിട്ടുള്ള ജപ്പാൻകാരും വളരെ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവർ തദ്ദേശീയരെ പോലെ തന്നെ ഉച്ചരിച്ചു. അന്ന് എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മികവുണ്ടായിരുന്നു അവർക്ക് ഇംഗ്ലീഷിൽ. പക്ഷേ എന്റെ ഭാഷാ നൈപുണ്യം പരിഗണിക്കാതെ പ്രഭാഷണങ്ങൾ നടത്തുക എന്നത് എന്റെ ജോലിയായിരുന്നു. ഇതെന്റെ കർമ്മ മേഖലയാണ്, എന്റെ പ്രൊഫഷൻ. എന്റെ പ്രൊഫഷണലുകൾ ഒരിക്കലും അവരുടെ കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്. ഒരു ജോലി നിങ്ങളിൽ എത്തിയാൽ പിന്നെ ഒഴിവു കഴിവുകളോ പിന്തിരിയലോ പാടില്ല. ഇംഗ്ലീഷിൽ പരിശീലിക്കാൻ 3 ദിവസമേ കിട്ടിയുള്ളൂ. എങ്കിലും എങ്ങനെയോ ഹവായിലെ പ്രഭാഷണം വിജയകരമാക്കാൻ എനിക്ക് കഴിഞ്ഞു. മുൻ ജോലിയിൽ ഞാൻ ഇംഗ്ലീഷ് പ്രയോഗിച്ചിട്ട് 20 വർഷത്തിലധികമായിരുന്നു. അതിനാൽ 3 ദിവസത്തേക്ക് 20 മണിക്കൂർ വീതം ഞാൻ ഇംഗ്ലീഷ് മാത്രം കേൾക്കുകയും ഹവായിലേക്ക് പോകുകയും ചെയ്തു. ഒരു കുറഞ്ഞ സമയം മാത്രമാണെങ്കിലും മനസ്സ് പൂർണ്ണമായും അർപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുക അസാധ്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്തിരിയൽ സാധ്യമല്ലാത്ത ഒരു സ്ഥാനത്ത് നമ്മൾ നിയമിക്കപ്പെട്ടാൽ നമ്മൾ മനുഷ്യർക്ക് എന്തും സഫലമാക്കാനും എന്ന് ഈ അനുഭവം എന്നെ പഠിപ്പിച്ചു. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്താൻ കഴിയുമെന്ന് ഞാൻ കണ്ടെത്തി. പിന്നീട് വൈകാതെ ഞാൻ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്റെ ഇംഗ്ലീഷ് പ്രഭാഷണം ശ്രവിക്കുന്നവർ വാസ്തവത്തിൽ അവർ എന്നേക്കാൾ നന്നായി ഈ ഭാഷ സംസാരിക്കുമെന്നിരിക്കെ എനിക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാമെന്ന് വിശ്വസിക്കുന്നതായി കണ്ടു എന്നതാണ് കൗതുകമായ കാര്യം. ജപ്പാനീസിൽ 1000-ലധികം പ്രഭാഷണങ്ങൾ നടത്തിയതിലൂടെ എനിക്ക് പൊതുപ്രഭാഷണത്തിന്റെ അനുഭവ സമ്പത്ത് ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. എന്റെ ഇംഗ്ലീഷ് നൈപുണ്യത്തിന്റെ നിലവാരം പരിഗണിക്കാതെ പ്രഭാഷണം നടത്തുന്നതിൽ ഞാൻ നല്ല അനുഭവ പരിചയമുള്ള പ്രൊഫഷണൽ ആയിരുന്നു.
അതേസമയം ഹാപ്പി സയൻസിലെ യുവ അംഗങ്ങൾക്ക് എന്നേക്കാൾ വളരെ മികച്ച ഭാഷാ നൈപുണ്യം ഉണ്ടായിരുന്നിട്ടു പോലും അനുഭവക്കുറവ് മൂലം പ്രഭാഷണം നടത്താൻ അവർക്ക് പ്രയാസമായിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആത്യന്തികമായി നമ്മൾ എല്ലാവരും ധൈര്യം കാണേണ്ടതുണ്ട്. സ്വയം പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഗുണകരമായ ആത്മപ്രമാണീകരണം ഉപയോഗിക്കുക. ഇക്കാലത്ത് വളരെയധികം ആളുകൾ അവരുടെ 40കളിലും 50കളിലും 60കളിലും അതിനപ്പുറത്തേക്ക് പോലും ജോലി മാറുകയും പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ മിക്കവാറും പൂർണ്ണമായും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. സത്യം പറയട്ടെ, ചെയ്തു പരിചയമില്ലാത്ത ജോലികളെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ പേടിയെങ്കിലും ഉണ്ടാകും. നിങ്ങളുടെ 20കളിൽ എന്തെങ്കിലും പുതിയതായി തുടങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ 60കളിൽ പുതിയൊരു രംഗത്ത് ജോലി ചെയ്യാൻ തുടങ്ങുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയായാലും എല്ലാവരും ആത്മവിശ്വാസം പുലർത്തുകയും സ്വയം പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു വകുപ്പ് മേധാവിയായി 50 ജീവനക്കാരെ മേൽനോട്ടം വഹിക്കുന്നതിൽ മുൻ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തീരുമാനങ്ങളെ എടുക്കുന്നതിനും ഭരണനിർവഹണത്തിനും അമൂല്യമായ പല നൈപുണ്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പുതിയ കമ്പനിയിൽ പുതിയ തുടക്കം കുറിച്ചാൽ പോലും താമസിയാതെ നിങ്ങളുടെ പ്രകടനം മറ്റു പുതിയ ജീവനക്കാരുടേതിനെ മറികടക്കുന്നതായിരിക്കും. ആത്മപ്രാസ്വാസ്ഥ്യം പ്രായവും തമ്മിൽ വലിയ ബന്ധവുമില്ല. ഞാൻ പുറത്തു നടക്കാൻ പോകുമ്പോൾ പലപ്പോഴും പ്രായം ചെന്ന മാനനെ കണ്ടുമുട്ടാറുണ്ട്. അദ്ദേഹത്തിന് 80 വയസ്സിലധികം പ്രായമുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് വേഗത്തിൽ നടക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഊർജ്ജസ്വലനായി എന്നെ കടന്നു പാഞ്ഞു പോകും. തമാശയല്ല, അദ്ദേഹത്തിനൊപ്പം എത്തണമെങ്കിൽ എനിക്കൊരു സൈക്കിൾ വേണമായിരുന്നു. ആ നടപ്പിന്റെ വേഗത മണിക്കൂറിൽ 3.5 മൈൽ ആയിരിക്കുമെന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. ധാരാളം ആളുകൾക്ക് വളരെ മുതിർന്ന പ്രായത്തിലും നല്ല ശക്തിയുള്ള കാലുകളുണ്ട്. അതേസമയം നേരെ മറിച്ച് ചില ആളുകൾക്ക് അവരുടെ 20കളിൽ പോലും ചെറുതായെന്ന് കുനിയുകയോ വളയുകയോ ചെയ്യുമ്പോൾ തന്നെ ശ്വാസം കെട്ടുപോകുന്ന അവസ്ഥയുമുണ്ട്. ഈ ആളുകളും ചടുലമായി കുന്നുകയറുന്ന വയസ്സായ സ്ത്രീ പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വ്യായാമമാണ്. നിത്യേനയുള്ള വ്യായാമം നല്ല ആരോഗ്യമുള്ള കാലുകൾ സമ്മാനിക്കും. നിങ്ങൾക്ക് എന്ത് പ്രായമുണ്ടെന്ന് എന്നതല്ല ഒരു പ്രശ്നമേ അല്ല. അവർ അവരുടെ വ്യായാമത്തിൽ ഉപയോഗിക്കുന്നത് അവരുടെ ശീലത്തിന്റെ കരുത്താണ്. ആത്യന്തികമായി വിശകലനം ചെയ്യുമ്പോൾ പഠനത്തിലായാലും കായിക രംഗത്തായാലും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളവർ നല്ല ശീലങ്ങളിൽ വിജയകരമായി വളർത്തിയിട്ടുള്ളവരാണ്. തുടക്കത്തിൽ നിങ്ങൾ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തണം. എന്നാൽ നിങ്ങൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുകയും അത് വീണ്ടും വീണ്ടും പരിശീലിക്കുകയും ചെയ്താൽ നിങ്ങൾ അറിയാതെ തന്നെ അവ കരുത്തായി രൂപാന്തരപ്പെടും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുമ്പോൾ പ്രതിദിനം 10 പുതിയ വാക്കുകൾ ഓർത്തെടുക്കുക എന്ന ശീലത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ അധികം സമയമെടുക്കാതെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ തന്നെ നിങ്ങളുടെ വലിയൊരു പദസഞ്ചയം നിർമ്മിക്കപ്പെടും. നിങ്ങൾ ദിവസത്തിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നടക്കാൻ ചെലവഴിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാലുകൾ ശക്തിപ്പെടും. ഈ തത്വം എല്ലാ കാര്യത്തിലും ബാധകമാകുന്നു. നിങ്ങൾ ഐ ആം ഫൈൻ എന്ന മനോഭാവം സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലനും അനുകൂല മനോഭാവമുള്ളവനുമാകാൻ സ്വയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ശീലത്തിന്റെ കരുത്ത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെയായാൽ ഒടുവിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അങ്ങനെ നമ്മൾ ലളിതമായി ചിന്തിക്കുക എന്നുള്ളതിന്റെ 2ാം അധ്യായത്തിലെ 3ാമത്തെ ലെസൺ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ അതില് മെയിൻ ആയിട്ട് പറയുന്നത് ധീരരായിരിക്കുക, പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുക. അപ്പൊ എല്ലാവരും എന്റെ ചാനല് കാണുക, ഞങ്ങളുടെ ചാനല് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബുക്ക് വായിക്കുന്നത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.
ഇനിയും കുറെ അധികം ഉണ്ട്. എല്ലാവരും കാണാം. ഓക്കെ, ബൈ ബൈ.